നിങ്ങൾ ഇന്ത്യൻ ഗ്യാസ്, ഭാരത് ഗ്യാസ് അല്ലെങ്കിൽ HP ഗ്യാസ് ഉപയോഗിക്കുന്നവരാണോ? എങ്കിൽ ഈ വിവരം തീർച്ചയായും അറിഞ്ഞിരിക്കണം. LPG ഉപയോക്താക്കൾക്ക് ഈ KYC പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള സന്ദേശം ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഓഗസ്റ്റ് 16, 2026 മുൻപ് ഈ KYC പൂർത്തിയാക്കണമെന്ന അറിയിപ്പാണ് പല ഉപയോക്താക്കൾക്കും ലഭിക്കുന്നത്. ഈ KYC പൂർത്തിയാക്കിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഗ്യാസ് സബ്സിഡിയെ ഇത് എങ്ങനെ ബാധിക്കും? ഇന്ത്യൻ ഗ്യാസ്, ഭാരത് ഗ്യാസ്, HP ഗ്യാസ് ഉപയോക്താക്കൾക്ക് വീട്ടിലിരുന്ന മൊബൈൽ ഫോൺ വഴി ഈ KYC എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാൻ കഴിയും? ഇതിനായി ഗ്യാസ് ഏജൻസിയിൽ പോകേണ്ടതുണ്ടോ? ആധാർ ഫേസ് ഒതന്റിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്? വിശദമായി പരിശോധിക്കാം. ആദ്യം എന്താണ് LPG ഈ KYC എന്ന് പറയാം. ഈ KYC എന്നത് ഇലക്ട്രോണിക് നൗ യുവർ കസ്റ്റമർ എന്നതിന്റെ ചുരുക്കപ്പേരാണ്. അതായത് LPG കണക്ഷൻ ഉപയോഗിക്കുന്ന വ്യക്തിയുടെ തിരിച്ചറിയൽ വിവരങ്ങൾ ഡിജിറ്റലായി പരിശോധിക്കുന്ന നടപടിയാണിത്. ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഒതന്റിക്കേഷൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഇതിലൂടെ യഥാർത്ഥ ഉപയോക്താവിന്റെ LPG കണക്ഷൻ സ്ഥിരീകരിക്കാനും ഡ്യൂപ്ലിക്കേറ്റ് അല്ലെങ്കിൽ തെറ്റായ കണക്ഷനുകൾ കണ്ടെത്താനും സാധിക്കും. LPG ഉപയോക്താക്കൾക്ക് ഓഗസ്റ്റ് 16 മുൻപ് ഈ KYC പൂർത്തിയാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള സന്ദേശങ്ങൾ ലഭിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട്. ഈ KYC പൂർത്തിയാക്കാത്ത ഉപയോക്താക്കൾക്ക് സബ്സിഡി നിരക്കിൽ ഗാർഹിക LPG ലഭിക്കുന്നതിൽ തടസ്സമുണ്ടാകാമെന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഓഗസ്റ്റ് 16 കഴിഞ്ഞാൽ എല്ലാവരുടെയും ഗ്യാസ് കണക്ഷൻ ഉടൻ തന്നെ റദ്ദാക്കുമെന്ന രീതിയിൽ പ്രചരിക്കുന്ന സന്ദേശങ്ങളെ അതേപടി വിശ്വസിക്കരുത്. ഓരോ ഉപയോക്താവിന്റെയും LPG കണക്ഷൻ സ്റ്റാറ്റസ്, സബ്സിഡി, എലിജിബിലിറ്റി എന്നിവ വ്യത്യസ്തമായിരിക്കാം. അതിനാൽ നിങ്ങളുടെ കണക്ഷനിൽ ഈ KYC പെൻഡിംഗ് ആണോ എന്ന് ആദ്യം പരിശോധിക്കുക. ഇനി ആർക്കാണ് ഈ KYC കൂടുതൽ പ്രധാനപ്പെട്ടത് എന്ന് പറയാം. LPG സബ്സിഡിയിൽ ലഭിക്കുന്ന ഉപയോക്താക്കൾക്ക് ഈ വെരിഫിക്കേഷൻ വളരെ പ്രധാനമാണ്. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി ഉജ്ജ്വല യോജന വഴി ഉപയോക്താക്കൾക്ക് ലഭിക്കുന്ന LPG സബ്സിഡി പ്രധാനപ്പെട്ട സാമ്പത്തിക ആനുകൂല്യമാണ്. അതുകൊണ്ട് ഈ KYC പെൻഡിംഗ് ആണെങ്കിൽ വൈകാതെ പൂർത്തിയാക്കുന്നതാണ് നിങ്ങൾക്ക് സുരക്ഷിതം. സാധാരണ LPG ഉപയോക്താക്കൾക്കും അവരുടെ കണക്ഷൻ വിവരങ്ങൾ ശരിയായി വെരിഫൈ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. ഇനി വീട്ടിലിരുന്ന് ഈ KYC എങ്ങനെ ചെയ്യാമെന്ന് കൂടി പറയാം. നിങ്ങളുടെ LPG കമ്പനിയുടെ ഔദ്യോഗിക മൊബൈൽ ആപ്പ് ഉപയോഗിച്ച് ഈ KYC പൂർത്തിയാക്കാനുള്ള സൗകര്യമുണ്ട്. ഇന്ത്യൻ ഉപയോക്താക്കൾക്ക് ഇന്ത്യൻ ഓയിൽ 1 ആപ്പ് ഉപയോഗിക്കാം. HP ഗ്യാസ് ഉപയോക്താക്കൾക്ക് HP പേ ആപ്പ് ഉപയോഗിക്കാം. ഭാരത് ഗ്യാസ് ഉപയോക്താക്കൾക്ക് BPCLന്റെ ഔദ്യോഗിക സംവിധാനത്തിലൂടെയും ഈ KYC പൂർത്തിയാക്കാവുന്നതാണ്. ഇന്ത്യൻ ഗ്യാസ് ഈ KYC എങ്ങനെ ചെയ്യാമെന്ന് ആദ്യം പറയാം. ആദ്യം ഇന്ത്യൻ ഓയിൽ 1 എന്ന ഔദ്യോഗിക ആപ്പ് നിങ്ങളുടെ ഫോണിൽ തുറക്കുക. നിങ്ങളുടെ LPG കണക്ഷനുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാം. ശേഷം നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് ലഭിക്കുന്ന OTP നൽകി വെരിഫിക്കേഷൻ പൂർത്തിയാക്കുക. നിങ്ങളുടെ LPG അക്കൗണ്ട് ലിങ്ക് ചെയ്യുക. ഇന്ത്യൻ ഉപയോക്താക്കൾക്ക് ചില സാഹചര്യങ്ങളിൽ 16 അക്ക LPG ID ഉപയോഗിച്ച് അക്കൗണ്ട് ലിങ്ക് ചെയ്യേണ്ടി വന്നേക്കും. തുടർന്ന് മൈ പ്രൊഫൈൽ വിഭാഗത്തിൽ ഈ KYC ഓപ്ഷൻ പരിശോധിക്കുക. ഈ KYC ഓപ്ഷൻ തുറന്ന ശേഷം ആവശ്യമായ ടേംസ് ആൻഡ് കണ്ടീഷൻസ് വായിച്ച് ആധാർ ബേസ്ഡ് ഫേസ് ഒതന്റിക്കേഷൻ അനുമതി നൽകുക. തുടർന്ന് ഫേസ് സ്കാൻ അല്ലെങ്കിൽ ക്യാപ്ചർ ഫേസ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇതിനായി ആധാർ ഫേസ് RD ആപ്പ് ആവശ്യമായി വന്നേക്കാം. ഇതോടെ ഈ KYC നടപടിക്രമം പൂർത്തിയാക്കാവുന്നതാണ്. ഇനി ഭാരത് ഗ്യാസ്, HP ഗ്യാസ് ഉപയോക്താക്കളാണെങ്കിൽ ഭാരത് ഗ്യാസ് ഉപയോക്താക്കൾക്ക് ഔദ്യോഗിക BPCL ആപ്പിൽ ഈ KYC ഓപ്ഷൻ പരിശോധിക്കാവുന്നതാണ്. നിങ്ങളുടെ കണക്ഷനുമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത ശേഷം ഈ KYC ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. തുടർന്ന് ആധാർ ബേസ്ഡ് ഫേസ് ഒതന്റിക്കേഷൻ പൂർത്തിയാക്കുക. ഓരോ ആപ്പിന്റെയും മെനു പേരുകളിൽ ചെറിയ വ്യത്യാസം ഉണ്ടായേക്കാം. അതുകൊണ്ട് ഔദ്യോഗിക ആപ്പിന്റെ ഏറ്റവും പുതിയ വെർഷൻ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി നിങ്ങൾക്ക് മൊബൈൽ ഫോൺ വഴി ഇത് ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ LPG ഡിസ്ട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ഗ്യാസ് ഏജൻസിയോ സമീപിക്കാവുന്നതാണ്. ഇന്ത്യൻ ഉപയോക്താക്കൾക്ക് സിലിണ്ടർ ഡെലിവറി സമയത്ത് ഡെലിവറി ജീവനക്കാരുടെ സഹായത്തോടെയും ഈ KYC പൂർത്തിയാക്കാൻ കഴിയുമെന്ന് കമ്പനി അറിയിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ വഴി ചെയ്യാൻ കഴിയുന്നില്ല എങ്കിൽ ഗ്യാസ് ഏജൻസിയെ സമീപിക്കുന്നതാണ് നിങ്ങൾക്ക് സുരക്ഷിതം. ഇവിടെ മിക്കവർക്കുമുള്ള സംശയമാകും ഈ KYC ചെയ്യാൻ പണം നൽകേണ്ടതുണ്ടോ എന്നത്. 1 രൂപ പോലും ഇതിന് ചിലവ് വരുന്നില്ല. അതിനാൽ ഈ KYC ചെയ്യാൻ ആരെങ്കിലും പണം ആവശ്യപ്പെട്ടാൽ ജാഗ്രത പാലിക്കുക. ഇനി ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറയാം. വാട്സപ്പിൽ വരുന്ന റാൻഡം ലിങ്ക് ഉപയോഗിച്ച് ഈ KYC ചെയ്യരുത്. അപരിചിതമായ വെബ്സൈറ്റിൽ ആധാർ നമ്പർ, ബാങ്ക് അക്കൗണ്ട് നമ്പർ, കാർഡ് ഡീറ്റെയിൽസ്, OTP തുടങ്ങിയവ നൽകുകയും ചെയ്യരുത്.
ഈ KYC ചെയ്യേണ്ടത് നിങ്ങളുടെ LPG കമ്പനിയുടെ ഔദ്യോഗിക ആപ്പ് അല്ലെങ്കിൽ വെബ്സൈറ്റ്, ഡിസ്ട്രിബ്യൂട്ടർ തുടങ്ങിയ വിശ്വസനീയമായ മാർഗങ്ങളിലൂടെ മാത്രമാണ്. ഇനി നിങ്ങൾ ഇതിനകം ഈ KYC പൂർത്തിയാക്കിയിട്ടുണ്ട് എങ്കിൽ വെറുതെ വീണ്ടും ചെയ്യേണ്ടതില്ല. നിങ്ങളുടെ വീട്ടിലെ LPG കണക്ഷൻ ആരുടെയെങ്കിലും പേരിലാണെങ്കിൽ ഈ വിവരം അവരിലേക്കും കൂടി എത്തിക്കാൻ മറക്കണ്ട. പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.